നമ്മുടെ നാട്ടിൽ വന്ന് ഇത്രയും വലിയൊരു പ്രൊജക്റ്റിന്റെ ഭാഗമായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിചാരിച്ചിട്ടില്ല. ഞാൻ സ്വപ്നം പോലെ തോന്നുന്നുമല്ല. നമുക്ക് ആദ്യം തന്നെ നന്ദി പറയുവാണെങ്കിൽ RJ ബാലാജി സർ. ഈസ് ദ റീസൺ ഐ എം ഹിയർ. ആളുടെ ആ ഒരു വാശി അല്ലെങ്കിൽ ഈ ക്യാരക്ടർ ഞാൻ തന്നെ ചെയ്യണം തോന്നിയത് കൊണ്ട് ഞാനിവിടെ ഉണ്ട്. സൂപ്പർ ഹാപ്പി, സൂപ്പർ ഗ്രേറ്റ്ഫുൾ ടു ഹിം. പിന്നെ സൂര്യ സർ വാസ് ലൈക്ക്, ഹൗ ഡു ഐ സേ, കുഞ്ഞിലേ തൊട്ട് ഫേവറേറ്റ് ആക്ടർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ സൂര്യ സാറും നമ്മുടെ മലയാളത്തിലെ കലാഭവൻ മണി സാറേ ഞാൻ പറയാറുണ്ടായിരുന്നു എപ്പോഴും. അപ്പോൾ എനിക്ക് അത്രയും പെർഫോമൻസ് വൈസ് ഞാൻ കുഞ്ഞിലെ അതിനൊരു കണ്ണുണ്ടായിരുന്നു എന്നുള്ളതിൽ സന്തോഷം. കാതല് ചെയ്തിട്ട്, അതായത് RJ ബാലാജി സാർ ആയാലും എന്നെ കാതല് കണ്ടിട്ടാണ് എന്നെ വിളിക്കുന്നതെന്ന് അറിയാൻ കഴിഞ്ഞു. ആ സെറ്റില് സൂര്യ സാർ ഹാഡ് കം വൺ ഡേ. എന്നാൽ എനിക്ക് അന്ന് ഷൂട്ട് ഉണ്ടായിരുന്നില്ല. ഷൂട്ടില്ലാത്ത ദിവസമായിരുന്നു. അന്ന് രാവിലെ എന്നെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചേക്കാണ് അസിസ്റ്റന്റ്. ഒരു വീഡിയോ കോൾ ഷോട്ട് ഉണ്ട്, കോളിൽ വരുമെന്ന്. ഞാൻ എഴുന്നേറ്റിട്ടുള്ളൂ രാവിലെ. നേരെ ഫോൺ എടുത്തു, വീഡിയോ കോൾ ഷോട്ടൊക്കെ കഴിഞ്ഞു. ഞാൻ അവിടെ വെച്ചു. അപ്പം മമ്മൂട്ടി സാർ ഇങ്ങനെ, നീ പോയില്ലേ എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. കോളിൽ ഇരിക്കുകയാണ് ഞാനിപ്പോഴും. നീ പോയില്ലേ എന്ന് ചോദിച്ചു. ഞാനില്ല. അങ്ങനെയാണെങ്കിൽ നിൽക്കുക, ഒരാളെ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ആളിങ്ങനെ പതിയെ പുറത്തേക്ക് പോകുന്നു. ജ്യോതിക മാമിൻ്റെ അടുത്ത് ഫോൺ കൊടുക്കുന്നു. പതിയെ തിരിക്കുമ്പോൾ ഞാൻ കാണുന്ന സൂര്യ സാറാണ്. ഞാൻ എഴുന്നേറ്റ കണി എന്ന് വേണേൽ പറയാം സൂര്യ സാറിനെ കണ്ടേ. അത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു മൊമെന്റ് ആണ്. അന്ന് ഞാൻ അമ്മേനെ വിളിച്ച് ഞാൻ കാര്യം പറഞ്ഞു. അമ്മ ഇങ്ങനെ ഉണ്ടായി, എനിക്ക് വീഡിയോ കോളിൽ സൂര്യ സാറിനെ കാണാൻ പറ്റി. അപ്പൊ അമ്മ എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞു, അക്കു നിനക്ക് പോവായിരുന്നല്ലോ, അവിടെ തൊട്ടടുത്തായിരുന്നല്ലേ ഷൂട്ട്, ജസ്റ്റ് അവിടെ പോയി കാണാമായിരുന്നല്ലോ നേരിട്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചുമ്മാ ഒരു ഷോയ്ക്ക് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ആളുടെ ഒപ്പം നേരിട്ട് അഭിനയിക്കുമ്പോൾ ഞാൻ കാണാം ആളെ എന്ന് പറഞ്ഞു. അത് അതേപടി സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് എങ്ങനെ ഈ സന്തോഷം അറിയിക്കണം എന്നറിയില്ല. അത്രയും പവറിൽ വിശ്വസിക്കുന്നുണ്ട്, കറുപ്പിൽ വിശ്വസിക്കുന്നുണ്ട് ഇപ്പോൾ ഓവർ ദ ടൈം. കാരണം ഒരു ഹെവൻലി ഫീൽ ആയിരുന്നു, മൊത്തത്തിൽ ഒരു ഗോഡ്ലി ഫീൽ ആയിരുന്നു ത്രൂ ഔട്ട് ദിസ് മൂവി ഫോർ മീ. കുറെ കാര്യങ്ങൾ പഠിച്ചു, കുറെ മാറാനുള്ള കാര്യങ്ങൾ പഠിച്ചു. പിന്നെ എടുത്ത് പറയേണ്ട വേറൊരാള് ഇന്ദ്രൻ സർ. ഞാൻ വീട്ടിലും എല്ലാവരുടെ അടുത്തും, ഞാൻ നാട്ടിലൊക്കെ പോയി ഞാൻ കുറച്ച് വർക്കുകളെ ചെയ്തിട്ടുള്ളൂ. അതും നല്ല ആളുകളുടെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, നല്ല ആർട്ടിസ്റ്റുകളുടെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ എടുത്തു പറയും പൂർണ്ണ വിശ്വാസത്തോടെ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആക്ടർ ആരാന്ന് ചോദിച്ചാൽ ഞാൻ ഇന്ദ്രൻ സാറാന്ന് പറഞ്ഞു. ആസ് എ പേഴ്സണാലിറ്റി ടു, ഇത്രയും ഹംബിളും സിമ്പിൾ ആയിട്ടുള്ളൊരു മനുഷ്യൻ എങ്ങനെ അത് ചെയ്യാൻ കഴിയണമെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഹൗ ഡു യു ഡു ദിസ് എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അത്രയും ടാലന്റഡ് ആണ് അവർ. ഒരിക്കലും ആളുടെ ടാലന്റിനെ പറ്റി ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല. അത് ഇറ്റ്സ് അറ്റ് ദ പീക്ക്. നിങ്ങൾ കാണാൻ പോവാണ്, മൂവി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. സാർ ഇല്ലാത്തതിന്റെ വളരെ വിഷമമുണ്ട്. ഇന്നിപ്പോൾ കോൾ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, സാർ നമുക്ക് നേരിട്ടൊന്ന് കാണണം, എനിക്ക് സാറിൻ്റെ അടുത്തും ആ സന്തോഷം കാണിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ ഷെയർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സാറിൻ്റെ മോനെ ഇവിടെ ഉണ്ട്, ഒന്ന് പറഞ്ഞേക്കണേ. എന്തായാലും താങ്ക് യു എവ്രി വൺ. ഇതിൻ്റെ വിഷ്വൽസ് GK വിഷ്വൽസ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രൊഡ്യൂസേഴ്സ് പ്രകാശ് ബാബു സർ, PR പ്രഭു സർ, എല്ലാവരോടും നന്ദി. ഇവരൊന്നും വിചാരിക്കാണ്ട് ഞാൻ ഇവിടെ ഉണ്ടാവില്ല. പിന്നെ അരുൺ, എൻ്റെ മലയാളി കൂട്ട് ഇൻ ദ സെറ്റ്. ഈ അരുണിൻ്റെ ടീമുമായിരുന്നു എനിക്ക് മലയാളത്തിൽ കുറച്ച് സംസാരിക്കാനുള്ള ഒരു കൂട്ടുണ്ടായിരുന്നു. പിന്നെ ശ്വാസൊക്കെ ടീച്ചർ, പിന്നെ അങ്ങനെ എല്ലാവരും ഒരു മലയാളം റെപ്രസെന്റ് ചെയ്യുന്ന ഒരു രീതിയിലുമാണ് നമ്മൾ ഇരിക്കുന്നത്. എല്ലാവരും സപ്പോർട്ട് വേണം ഗൈസ്, എന്നാലല്ലേ? യെസ്. സോ താങ്ക് യു അഗൈൻ.